ഇവിടെ നിന്ന് ഇത്രയും ബഹുമാനം കിട്ടുമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ പണ്ടേ വീട് ഉപേക്ഷിച്ചാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയേനെ. കൂട്ടുകാരെ, ഹോട്ടലിലെ സിഇഒ എല്ലാം കുറച്ചു കാലത്തേക്ക് പുറത്തേക്ക് പോകാനേ പാടില്ല. എനിക്കതല്ല, ഖന്നാ സാറിനോട് ഹോട്ടൽ ഓണർ പറഞ്ഞത് നല്ല വിശ്വാസമുള്ള ഒരാളെ വേണമെന്നാ. ഖന്നാ സാർ ഇവന്റെ പേര് പറഞ്ഞ് എന്തിനാണെന്നാ മനസ്സിലാവാത്തെ? അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഹണി ഇപ്പോ ഈ ഹോട്ടലിന്റെ സിഇഒ ആണ്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, കഴിവിനേക്കാൾ കൂടുതൽ ഭാഗ്യമാണ് തുണയ്ക്കുന്നത്. സംശയമുണ്ടോ? എന്തായാലും ഞാൻ ഈ ഹോട്ടലിന്റെ സിഇഒ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും ആഗ്രഹമില്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയാവുന്നതാണ്. ഇങ്ങനെ പേടിക്കണ്ട, പറഞ്ഞോളൂ. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്, പ്രോമിസ്. ശരി, താൻ പറ. അതായത് സാറേ, ഈ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ് ഒക്കെ ഈ നിൽക്കുന്ന എന്റെ കൊച്ചളിയും ബണ്ണി ക്ലീൻ ചെയ്തോളും. നിങ്ങൾ ബെഡ്, പിന്നെ കട്ടിലിന്റെ കാല്, ബെഡിന്റെ അരികെ ഇത്ര മാത്രം ക്ലീൻ ചെയ്താൽ മതി. ശരി, ഇനി അടുത്തത് താൻ പറയേ. അത് പിന്നെ സാർ, ഞാൻ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോവാറില്ല. ആ സമയത്ത് എനിക്ക് വല്ലാണ്ടങ്ങ് ഉറക്കം വരും. നമ്മുടെ നേച്ചറുകൾ തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. ആയിക്കോട്ടെ, ഇനി താൻ ഈ ഹോട്ടലിൽ 100 പേർക്ക് ആഹാരം കൊണ്ട് കൊടുക്കാൻ പോവണ്ട. ഒരു 200 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാലേ പിന്നെ ഉറക്കം വരില്ല. ആ ഹണിയുടെ വാക്കും കേട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. എന്റെ വലിയ കയ്യിരിപ്പ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വലിയളിയനെന്താ ഓഫീസിൽ പോയിരിക്കാത്ത? അതെ, അവിടെ ഓഫീസിലെ സിഐയുടെ ക്യാബിനല്ലേ. ഞാൻ നല്ലൊരു സിഇഒയുടെ കർത്തവ്യം നിർവഹിക്കുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ജോലികളും നന്നായി നടക്കുന്നുണ്ടോ എന്ന് ആരാ നോക്കുക? എന്റെ അമ്മോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് സർബത്താണോ അതോ ഡമ്പലാണോ? എനിക്ക് വയ്യാണ്ടായി. സംശയമുണ്ടോ? അത് പിന്നെ സാർ, എനിക്ക് മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്. എന്നാ പറഞ്ഞോ, എല്ലാം സോൾവ് ആക്കി തരാം ഞാൻ. സാർ, അത് പിന്നെ എനിക്ക് എന്റെ സാലറി, അതായത്... ആയിക്കോട്ടെ, മനസ്സിലായി. തന്റെ സാലറി പ്രോബ്ലം പറയാനല്ലേ ഇപ്പൊ വന്നത്. തന്റെ ഇഷ്ടം പോലെ ഇന്ന് മുതൽ തനിക്ക് സാലറി ഇല്ല. സാലറി ഇല്ലെങ്കിൽ പിന്നെ നോ പ്രോബ്ലം, നോ ടെൻഷൻ. എന്നാ പിന്നെ പൊക്കോളൂ. കുളിക്കാൻ വേണ്ടി എന്തോരം വെള്ളം പാഴാക്കുന്ന ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ പുതിയ നിയമമാണ്. അഥവാ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇത്രയും വെള്ളം നമ്മൾ പാഴാക്കുന്നത്? ഇനി ഈ പൂളിൽ ഒരു ബക്കറ്റ് വെള്ളം മാത്രം മതി. ഇതാണ് എന്റെ പുതിയ നിയമം. മാത്രമല്ല എന്റെ നിയമമാണ് എന്റെ പാഷനും. ചേച്ചി പറയൂ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? എനിക്കിപ്പോ ഒരു മിൽക്ക് ഷേക്ക് വേണം. മിൽക്ക് ഷേക്ക്. ചിക്കൂസ്. കേട്ടില്ല? കേട്ടില്ലെന്നോ? എടോ, ചിക്കൂസ് ചിക്കൂസ്. ചേച്ചി, ഞാൻ സോർദാറിനോടാണ് പറഞ്ഞത്. കേട്ടില്ലേ സോർദാർ? വേഗം ചിക്കൂസ് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചേച്ചി ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, കൂടാതെ അങ്ങയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് ഷേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാം.
കഴുതേ ഞാൻ ഈ പ്ലഗ് ഒന്ന് അവിടെ കുത്തിക്കോട്ടെ. സാരി. ഇവിടെ തോറ്റു. എന്താ ഇവിടെ സേഫ് ആണ് കേട്ടോ. അയ്യോ. കൂട്ടുകാരെ, ഈ ഹണി ചിക്കു ഷേക്കാണോ ഉണ്ടാക്കുന്നത്? ഇവിടെ മൊത്തം ഷേക്കാവുകയാണല്ലോ. അതിന് നിങ്ങളെല്ലാരും കൂടി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇതാ നോക്ക്, നിങ്ങളുടെ CEO തന്നെ ഇതെല്ലാം ഇപ്പൊ ക്ലീൻ ചെയ്യും. അല്ല, ഇതിപ്പോ എന്തിന്റെ സെലിബ്രേഷനാ കൂട്ടുകാരെ? എടാ, സെലിബ്രേഷൻ അല്ല, ഷോർട്ട് സർക്യൂട്ട് ആയതാണ്. അവിടെ നിന്ന് മാറണേ. ഔ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എന്റെ വലിയളിയ, നീ എന്താണ് ചെയ്തത്? ഈ ഹോട്ടൽ മുഴുവൻ നാശമാക്കിയല്ലോ. ഈ ഹോട്ടൽ ഒരു 100 ദിവസത്തേക്ക് പൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയേനെ. പക്ഷെ ഈ ഹണിയുടെ കയ്യിലിരിപ്പോണ്ട് ഈ ഹോട്ടലാകെ അലങ്കോലമായി. നിങ്ങൾ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. മൈ ബിസിനസ് ഈസ് മൈ ബിസിനസ്, നൺ ഓഫ് യുവർ ബിസിനസ്. എന്റെ ബിസിനസ് ഞാൻ തന്നെ ചെയ്തോളാം. സാർ, നമ്മുടെ ഹോട്ടലിന്റെ മെയിൻ ഗേറ്റ് നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. ശരി, മെയിൻ ഗേറ്റ് അടയ്ക്കാനുള്ള നല്ലൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ദാ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മെയിൻ ഗേറ്റ് അടയ്ക്കുന്ന പ്രോബ്ലവും സോൾവ് ആയി. ആഹാ, എന്റെ പിള്ളേരെ. എന്റെ പിള്ളേരെ, വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ കുട്ടനാട്ടിൽ വള്ളംകളി മുടങ്ങി. CEO അവധി എടുത്തുകൊണ്ട് ഈ ഹോട്ടലിന്റെ ഭാഗ്യപരീക്ഷണം തുടങ്ങി. പിന്നെ പണി, നീ ഈ ഹോട്ടലിന്റെ CEO കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ആ ചോദ്യം എന്നോടാണ് ചോദിക്കേണ്ടത്, കാരണം CEO ഞാനാണ്. പക്ഷേ പിള്ളേരെ, എന്റെ കൂട്ടുകാരൻ ഹണിയെ അല്ല ബണിയെയാണ് ഈ ഹോട്ടലിലെ CEO ആക്കിയത്. ഞാൻ ഹണിയോട് ഈ കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞതാണല്ലോ. ഫോണിൽ സാറിന്റെ ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഹണി കേട്ടത് മാറിപ്പോയെന്ന സംശയമുണ്ടോ? എന്റെ പിള്ളേരെ, മഴ നന്നായി പെയ്യുന്ന ഒരേ ഒരു മാസമാണ് ജൂൺ. വേഗം ഹോട്ടൽ വൃത്തിയാക്കണം. മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് സൂൺ. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കണം. വരൂ കൂട്ടുകാരെ, വേഗം വാ. എല്ലാ വർക്കേഴ്സിനും അവരുടെ സാലറിയും കൊടുക്കണം. ഇനി എല്ലാവർക്കും സാലറി കിട്ടും. സ്വിമ്മിംഗ് പൂൾ പഴയതുപോലെ വെള്ളം നിറച്ചിടൂ. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ മെയിൻ ഗേറ്റ് തുറന്നിടാം. എല്ലാ ലോബികളും വൃത്തിയാക്കണം.
എന്റെ പിള്ളേരെ ലൈറ്റ് കത്തി, ഇതാ നമ്മുടെ സിഒ എത്തി. അടികൈ. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഗണ്ണ നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. അതിന് ഗണ്ണിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ഗണ്ണല്ല, ഖന്നെ എന്ന് പറഞ്ഞപ്പോ നാക്ക് കുരുങ്ങിപ്പോയതാണേ. അത് പിന്നെ ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ പോയപ്പോ എന്റെ ഭാഷയാകെ മാറിപ്പോയി. ഗ്രാമവാസിയാണെന്നുള്ള കാര്യം സാർ കേറി വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുട്ടായി ചെറുക്കണി പറയണത്? എന്റെ നാടങ്ങട് പാലക്കാടാണെന്നേ. ഹായ് ഹേയ് ബണി, നീ എന്റെ ഈ ഹോട്ടൽ നന്നായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. പക്ഷെ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഹണി, പോപ്പട്ട്, സോർദാർ അവർ എന്നെ സഹായിച്ചു. അടിപൊളിയായി. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബിഗ് താങ്ക്സ്. നിങ്ങൾ എപ്പോ ആഗ്രഹിക്കുന്നുവോ അപ്പൊ നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ വരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫ്രീ സർവീസ് ആയിരിക്കും. ഫ്രീ. എന്റെ പിള്ളേരെ, ഒത്തൊരുമിച്ചാൽ മലയും പോരുമെന്ന് പറയുന്നത് സത്യമാണ്. ഇവരെല്ലാരും നല്ല ടാലന്റ് ഉള്ളവരാണ്. മാത്രമല്ല എന്റെ അയൽക്കാരുമാണ്. അടികൈ.